ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ജെറുസലേമിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. ഇത് നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് മനുഷ്യപുത്രൻ വളരെയേറെ പീഡകൾ സഹിക്കേണ്ടി വരും, മരിക്കുമെന്നൊക്കെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈശോ ഇപ്രകാരം മുൻകൂട്ടി അറിഞ്ഞിട്ടും അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈശോ ചിലർക്കാരനല്ല. അല്ല, ഈശോയ്ക്ക് ഭയങ്കര നല്ല ധൈര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ മരിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ പീഡ സഹിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടും അവിടേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അത്രമാത്രം വലിയ ധൈര്യം ഈശോയ്ക്ക് ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസ്ലിയ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിലൂടെ നമ്മൾ വായിച്ചെടുത്തത്. അവിടെ പറയുകയാണ്, പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ്ലിയ പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനൊന്നും അല്ല. ഈശോയ്ക്ക് താൻ പീഡ സഹിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരു നാട്ടിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള നല്ല ധൈര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൗലോസ്ലിയ പറയുകയാണ്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഈ ആത്മാവിനെയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല. വിശ്വാസം ജീവിക്കാനായിട്ട് നമുക്ക് ഒരു ഭീരുത്വത്തിന്റെ ആത്മാവിനെ ഒന്നല്ല ദൈവം നൽകിയിരിക്കുന്നത്, മറിച്ച് നല്ല ധൈര്യമുള്ള ആത്മാവിനെയാണ്. അല്ലേ, നമ്മളൊന്ന് ആലോചിക്കും, ഇന്നത്തെ ആധുനിക യുഗത്തില് വിശ്വാസത്തെ തള്ളി പറയുന്നവരുടെ കൂട്ടത്തില് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ചില്ലറ ധൈര്യമൊന്നും പോരാ. അല്ലെ, നല്ല ധൈര്യമുള്ളൊരു ആത്മാവ് വേണം എന്നുള്ളതാണ് പൗലോസ് എന്ന ലേഖനത്തിലൂടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. നിനക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഇത്രയും ധൈര്യമുള്ളൊരു ആത്മാവിനാണ്. നോമ്പെടുക്കണോ, ഉപവാസം എടുക്കണോ, വിശ്വാസം ജീവിക്കണോ, മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിന് സാക്ഷ്യം കൊടുക്കണോ, അതിനൊക്കെ ധൈര്യമുള്ള ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വചനം നമ്മൾ മനസ്സിലിടാം. നല്ല ധൈര്യത്തോടെ വിശ്വാസം ജീവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.